കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ കടുത്ത വേനലിൽ അതിവേഗം വറ്റി വരളുന്നു. കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ ജില്ലയിലെ വലിയൊരു ഭാഗത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാണ് തടാകം വലിയ തോതിൽ ഉൾവലിയുന്നത്. നിലവിൽ ശുദ്ധജല വിതരണം പ്രതിസന്ധിയിലാക്കി രാജഗിരി, കുതിരമുനമ്പ്, പുന്നമൂട്, മുതുവിലാക്കാട്, ആറ്റുബണ്ട് റോഡ് തുടങ്ങിയ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ജലം ഉൾവലിഞ്ഞ് കിലോമീറ്ററുകളോളം ഭാഗം കരപ്രദേശമാവുകയും അവിടെ പുല്ലും കളകളും വളർന്നു തുടങ്ങുകയും ചെയ്തു. 48 ദശലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് ശാസ്താംകോട്ടയിൽ നിന്ന് ദിനംപ്രതി വിതരണം ചെയ്യുന്നത്. 2018 മുൻപും ഇതേ അവസ്ഥയായിരുന്നു. എന്നാൽ 2018 മഹാപ്രളയവും തുടർന്നുള്ള വർഷങ്ങളിലെ കനത്ത മഴയും മൂലം ഏതാനും വർഷമായി തടാകം ജലസമൃദ്ധമായിരുന്നു. 2018 മുതൽ 2021 വരെ ഈ സമയങ്ങളിൽ ജലനിരപ്പ് 155 സെന്റിമീറ്ററിന് മുകളിലായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം 150 സെന്റിമീറ്റർ ആയിരുന്നു വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിന് സമീപത്തെ തടാകത്തിലെ ജലനിരപ്പ്. എന്നാൽ 110 സെന്റിമീറ്റർ മാത്രമാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. അതേസമയം ഇപ്പോഴത്തെ കൊടും വരൾച്ച മൂലം തടാകത്തിലെ ജലനിരപ്പ് ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. നിലവിൽ ദിനംപ്രതി 1 സെന്റിമീറ്ററിലധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്ക്. വേനൽ കൂടുതൽ രൂക്ഷമായാൽ പ്രതിദിനം ഇടിയുന്ന ജലത്തിന്റെ അളവ് 2 സെന്റിമീറ്ററിലേക്ക് ഉയരും. ഇത്തവണ വേനൽ മഴ കിട്ടാതിരുന്നതാണ് ജലനിരപ്പ് വേഗത്തിൽ കുറയാൻ കാരണമായത്. ജലനിരപ്പ് 80 സെന്റിമീറ്റർ ആയാൽ പമ്പ് ചെയ്യുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ജലനിരപ്പ് 80 സെന്റിമീറ്ററിലേക്ക് താഴും. തടാകം വലിയ തോതിൽ വറ്റുന്ന സാഹചര്യത്തിൽ അമിത ജലചൂഷണം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നമ്മുടെ കായൽ കൂട്ടായ്മയുടെ കൺവീനറും മുൻ ജനപ്രതിനിധിയുമായ എസ് ദിലീപ് കുമാർ ആവശ്യപ്പെട്ടു. അതികഠിനമായ ഈ വേനലിൽ ശാസ്താംകോട്ട തടാകം കിലോമീറ്ററുകളോളം ഉൾവലിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന ഒരു ജില്ല കൂടിയാണ് കൊല്ലം. കൊല്ലം കോർപ്പറേഷൻ അടക്കം 7 പഞ്ചായത്തുകൾ, മറ്റ് പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം കുടിനീർ നൽകുന്നത് ഈ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ നിന്നാണ്. ദിവസവും 5 കോടി ലിറ്റർ ജലമാണ് ഇവിടെ നിന്നും കുടിവെള്ളത്തിനായി പമ്പ് ചെയ്യുന്നത്. എന്നാലിപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തടാകം ഏകദേശം 1-2 കിലോമീറ്റർ ഉള്ളിലേക്ക് വലിഞ്ഞ് അതിൻ്റെ ജലവിധാനം കുറഞ്ഞ് തടാകത്തിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന മൺതിട്ടകളും ചെളിയുമൊക്കെ വിണ്ട് കീറിയ ഒരവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് ഈ മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ കൊടും വേനലിൽ ഇത്രത്തോളം കായൽ ഉൾവലിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഉള്ളിലേക്ക് ഈ തടാകത്തിൻ്റെ ജലവിധാനം കുറയും. അതുപോലെ തന്നെ പമ്പിങ് അസാധ്യമാകും. അപ്പോൾ വാട്ടർ അതോറിറ്റി ഇതിൻ്റെ പമ്പിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. 2013 അതുപോലെ തന്നെ 2016 സമാനമായ അവസ്ഥയായിരുന്നു. അന്ന് കനാലിൽ നിന്ന് വരുന്ന വെള്ളം കൂടി ചേർത്താണ് അന്ന് പമ്പ് ചെയ്ത് വാട്ടർ അതോറിറ്റി കുടിവെള്ളമായി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ശാസ്താംകോട്ട തടാകത്തിൽ പ്രളയത്തിന് ശേഷം ശാസ്താംകോട്ട തടാകത്തിലെ ജലനിരപ്പ് മൈനസിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തടാകത്തിൽ നിന്നുമാണ് ഇപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 1 മാസമായി തടാകം ഏകദേശം എല്ലാ ഭാഗങ്ങളും, തടാകത്തിൻ്റെ ചുറ്റും എല്ലാ ഭാഗങ്ങളും ഏകദേശം 1-2 കിലോമീറ്റർ ഉൾവലിഞ്ഞിരിക്കുകയാണ്. ഇത് തടാകത്തിൻ്റെ ഈ തീരത്തെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ ഈ കളയും പോച്ചയും ഒക്കെ നീക്കിയില്ലെങ്കിൽ നമ്മുടെ ഈ ജലസംഭരണ ശേഷി തന്നെ കുറയുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ശാസ്താംകോട്ട തടാകത്തെ സംബന്ധിച്ച് തടാകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ, അതായത് ഇതിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയ്ത്ത് വെള്ളമാണ്. അതുകൂടാതെ തന്നെ ആ മഴയത്തുണ്ടാകുന്ന നമ്മുടെ ഭൂമിക്കടിയിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ ഊറ്റുറവുകളുമാണ് ഈ തടാകത്തെ ജലസമൃദ്ധമാക്കുന്നത്. എന്നാൽ ഈ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി വന്നടിഞ്ഞ ഈ മണ്ണും ഒക്കെ ചെളിയും ഒക്കെ ചേർന്ന് നമ്മുടെ തടാകത്തിൻ്റെ ഊറ്റുറവുകളെല്ലാം നശിച്ച് പോയിരിക്കുകയാണ്. ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി ഈ തടാകത്തിൻ്റെ നിലനിൽപ്പ്, അതിനെ സംരക്ഷിക്കുന്നതിനും വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതിനും ശാസ്ത്രീയമായ നല്ല ഒരു പഠനം നടത്തി അധികാരികൾ ഈ തടാകത്തെ സംരക്ഷിക്കണമെന്നാണ് നമ്മുടെ കായൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി പറയുവാനുള്ളത്. 4.75 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ശാസ്താംകോട്ട തടാകത്തിന്റെ വിസ്തീർണം. 2020 കണക്ക് പ്രകാരം അത് 3.75 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ ചവറ, ശാസ്താംകോട്ട, ശൂരനാട് തെക്ക്, പോരുവഴി, തേവലക്കര, തെക്കുംഭാഗം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നത് ശാസ്താംകോട്ട കായലിനെയാണ്. ഈ അവസ്ഥ തുടർന്നാൽ തടാകത്തിലെ ജലനിരപ്പ് ആശ്രയിച്ച് നടത്തുന്ന കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലാകും. ശാസ്താംകോട്ടയിൽ നിന്നുള്ള പമ്പിംഗ് കുറച്ചാൽ കൊല്ലം കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ആഴ്ചയിൽ 2 ദിവസമായി ചുരുങ്ങുന്ന അവസ്ഥയുണ്ടാകും. കടപുഴയിൽ തടയണ നിർമ്മിച്ച് കല്ലടയാറ്റിൽ നിന്ന് വെള്ളം ശാസ്താംകോട്ടയിലെത്തിച്ച് വിതരണം ചെയ്യാൻ വിഭാവനം ചെയ്ത് 2013 സർക്കാരിന് സമർപ്പിച്ച 34 കോടിയുടെ പദ്ധതിയും ഉപേക്ഷിച്ചു. ഒപ്പം മണ്ണും മാലിന്യങ്ങളും തടാകത്തിലെത്തുന്നത് തടയാനുള്ള സംവിധാനം, ജൈവവേലി, ഇക്കോടെക്സ്, പാർശ്വഭിത്തി ഇവയൊന്നും നടപ്പായതുമില്ല.